തൃശൂർ കോർപ്പറേഷൻ കുടിവെള്ള നിരക്ക് കൂട്ടാൻ വീണ്ടും നീക്കം. ജനങ്ങൾക്ക് കുടിവെള്ളം നേരിട്ട് നൽകുന്ന കേരളത്തിലെ ഏക തദ്ദേശ സ്ഥാപനമായ തൃശൂർ കോർപ്പറേഷനാണ് കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം നടത്തുന്നത്. പ്രതിപക്ഷ കൗൺസിലർമാരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് നേരത്തെ മാറ്റിവെച്ച കുടിവെള്ള നിരക്ക് കൂട്ടുന്ന അജണ്ട ഓഡിറ്റ് പരാമർശത്തിന്റെ മറപിടിച്ച് വീണ്ടും അടുത്ത കൗൺസിലിൽ കൊണ്ടുവന്ന് പാസാക്കാനാണ് നീക്കം നടക്കുന്നത്. കോർപ്പറേഷനിലെ കുടിവെള്ള നിരക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ നിരക്കിന് ആനുപാതികമായി ഉയർത്തണമെന്ന ഓഡിറ്റ് പരാമർശം നിയമപരമായി കൗൺസിലിന് ബാധ്യതയല്ല. ഇക്കാര്യത്തിൽ കൗൺസിൽ കൈക്കൊള്ളുന്ന തീരുമാനത്തിനാണ് നിയമസാധ്യതയുള്ളത്. നിലവിൽ കേരളത്തിൽ കുടിവെള്ള നിരക്ക് നിശ്ചയിക്കുന്നതിന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മോഡൽ മാതൃകയിൽ വില നിശ്ചയിക്കാൻ ഇപ്പോൾ സ്വതന്ത്ര കമ്മീഷനോ മാർഗനിർദ്ദേശങ്ങളോ ഇല്ല. കുടിവെള്ളം ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. അമൃത് ജൽ ജീവൻ പോലുള്ള കുടിവെള്ള പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. മേയർ നടത്തുന്ന നീക്കം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർ ജോൺ ഡാനിയേൽ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ നിലവിൽ ജനങ്ങളിൽ നിന്ന് അധിക നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്നത്. ഇതിനു പുറമെ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് കുടിവെള്ളത്തിന്റെ പേരിൽ അധിക നിരക്ക് ഈടാക്കാനുള്ള പുതിയ അജണ്ടയുമായാണ് അടുത്ത കൗൺസിലിൽ കോർപ്പറേഷൻ മുന്നോട്ട് വരുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അധിക നിരക്ക് ജനങ്ങളിൽ നിന്ന് കുടിവെള്ളത്തിന്റെ പേരിൽ ഈടാക്കുന്നത് ആ നയത്തിന് പ്രതിപക്ഷം എതിരാണ്. നേരത്തെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മൂലം മാറ്റിവെച്ച അജണ്ടയുമായിട്ടാണ് വീണ്ടും അവർ കടന്നു വരുന്നത്. ഇവരുടെ അധികാര ദൂരത്തിന്റെ ഭാഗമായി, ഇവരുടെ സാമ്പത്തിക ചെലവിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് പണം കണ്ടെത്താനുള്ള മാർഗമാണ് കുടിവെള്ള നിരക്കിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് അധിക നിരക്ക് ഈടാക്കാനുള്ള അവരുടെ നീക്കം. ഇത് അനുവദിക്കില്ല. കുടിവെള്ള നിരക്ക് കൂട്ടി ജനങ്ങൾക്ക് അധികഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇപ്പോൾ നിലവിലുള്ള ജലനഷ്ടം, മോഷണം, അനധികൃത കണക്ഷൻ എന്നിവ കണ്ടെത്തി ഇല്ലാതാക്കുകയാണ് വേണ്ടത്. കോർപ്പറേഷന്റെ അനാവശ്യമായ സാമ്പത്തിക ദൂരത്തിന് പണം കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വെള്ളക്കരം കൂട്ടി അധിക പണം കണ്ടെത്തുന്നതെന്ന് ജോൺ ഡാനിയേൽ ചൂണ്ടിക്കാട്ടി. TC വിനോസ്, തൃശൂർ.